നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സിൽവർ ലൈൻ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കുമെന്നും മുഖ്യമന്ത്രി. PSC കാലാവധി നീട്ടി. 16ാം നിയമസഭയിലേക്കുള്ള MLA-മാരുടെ സത്യപ്രതിജ്ഞ നാളെ. പ്രോട്ടോം സ്പീക്കറായി മുതിർന്ന നിയമസഭാംഗം G. സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചേലക്കര തോന്നൂക്കരയിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. തോന്നൂക്കര മാട്ടിങ്ങൽ കേശവൻ, ശാന്ത എന്നിവരുടെ പറമ്പുകളിലാണ് കാർഷിക വിളകൾ കാട്ടാന നശിപ്പിച്ചത്. തൃശൂർ വാണിയമ്പാറ കൊമ്പഴ കിഴക്കേ രാമഞ്ചിറ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നത് പതിവാകുന്നു. ദേശീയപാതയോരത്തെ പറമ്പുകളിൽ കഴിഞ്ഞ 4 ദിവസമായി ഒറ്റയാൻ ഇറങ്ങി പ്രദേശത്തെ കവുങ്ങും പ്ലാവുകളും നശിപ്പിച്ചു. തൃശൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന മഴക്കാല പൂർവ്വ ശുചീകരണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. ജില്ലയിൽ കാലവർഷ തയ്യാറെടുപ്പുകളും വെള്ളക്കെട്ട് പ്രതിരോധ പ്രവർത്തനങ്ങളും വിലയിരുത്തുന്നതിനായി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ചളിക്കുളമായി കുന്നംകുളം ടൗൺ ഹാൾ റോഡ്. കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹന യാത്രക്കാരും ദുരിതത്തിലായി. ആശാവർക്കർമാരുടെ വേതനം 3000 രൂപ വർദ്ധിപ്പിക്കുവാൻ തീരുമാനമെടുത്ത മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിച്ച് കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനം നടത്തി. ആശാ വർക്കേഴ്സ് കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് KN നാരായണൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ശകുന്തള സജീവ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പാചകവാതകം, ഇന്ധന വിലവർധന എന്നിവയ്ക്കെതിരെ പുതുക്കാട് വ്യാപാരികളുടെ പ്രതിഷേധം. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പുതുക്കാട് യൂത്ത് വിംഗിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധം യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് പ്രതീഷ് പോൾ ഉദ്ഘാടനം ചെയ്തു. 1 വർഷത്തിലേറെയായി പ്രവർത്തനരഹിതമായിരുന്ന ലാലൂരിലെ ഗ്യാസ് ക്രിമറ്റോറിയം അറ്റകുറ്റപ്പണികൾക്ക് ശേഷം പ്രവർത്തനം പുനരാരംഭിച്ചു. മേജർ ഡോക്ടർ നിജി ജസ്റ്റിൻ ക്രിമറ്റോറിയം തുറന്നു നൽകി. സ്പോർട്സ് അസോസിയേഷൻ ഫോർ ഡിഫറന്റ്ലി ഏബിൾഡ് ഓഫ് കേരളയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 10ാമത് സംസ്ഥാന പാരാ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പ് തൃശൂരിൽ തുടക്കമായി. അക്വാട്ടിക് കോംപ്ലക്സിൽ നടന്ന ചടങ്ങിൽ ഭോപ്പാൽ സെന്റ് പോൾ പ്രൊവിഡൻസ് സോഷ്യൽ വർക്ക് ആൻഡ് ഹെൽത്ത് കെയർ കൌൺസിലർ ഫാദർ തോപ്പിത് ചിറയത്ത് ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം പഞ്ചായത്തിലെ 22ാം വാർഡ് മെമ്പർ ഷാഹിർ പഴുപ്പറമ്പിൽ നൽകിയ വാഗ്ദാനം പാലിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി വിനോദയാത്ര സംഘടിപ്പിച്ചു. തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്ത തൊഴിലാളികളോട് ഷാഹിർ വിജയിച്ചാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ അവസരമൊരുക്കുമെന്ന് AICC സെക്രട്ടറി TN പ്രതാപൻ പ്രഖ്യാപിച്ച വാഗ്ദാനമാണ് യാഥാർത്ഥ്യമായത്. മറ്റത്തൂർ താളൂപ്പാടം അംഗനവാടിയിൽ നിന്ന് 41 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന അംഗനവാടി വർക്കർ TR ലിസിക്ക് നാട്ടുകാർ യാത്രയപ്പ് നൽകി. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് യോഗം ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ഇനിങ്ങപ്പുറം മണിഗ്രാമം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞവും പ്രതിഷ്ഠാദിന മഹോത്സവവും സമാപിച്ചു. സ്വാമി കൃഷ്ണാനന്ദ സ്വാമി മുഖ്യാചാര്യനായി. ഓട്ടുപാറ ശാസ്ത ഹെൽത്ത് കെയർ ക്ലിനിക്കിന്റെ സഹായത്തോടെ സെൻട്രൽ ലയൺസ് ക്ലബ്ബ്, SNDP വനിതാ സംഘം എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ സ്ത്രീകൾക്ക് സൗജന്യ സർവിക്കൽ ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. MLA സേവ്യർ ചിറ്റലപ്പള്ളി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി മർച്ചന്റ്സ് അസോസിയേഷന്റെയും യൂത്ത് വിംഗിന്റെയും വനിതാ വിംഗിന്റെയും വാർഷികം ആഘോഷിച്ചു. വടക്കാഞ്ചേരി വ്യാപാര ഭവനിൽ നടന്ന വാർഷികാഘോഷ ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് അജിത് മല്ലയ്യ പതാക ഉയർത്തി. പുറനാട്ടുകരയിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര സംസ്കൃത സർവകലാശാല ഗുരുവായൂർ ക്യാമ്പസിൽ യോഗ ഉൾപ്പെടെ വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ മുഖ്യ വിഷയമാക്കി കേരളത്തിൽ ആദ്യമായി BSc യോഗ, ഡിപ്ലോമ, PG ഡിപ്ലോമ, MSc എന്നീ കോഴ്സുകൾ പ്ലേസ്മെന്റ് സൗകര്യത്തോടെ അധ്യയന വർഷം ആരംഭിക്കും. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വർധനവ്. ഗ്രാമിന് 140 രൂപ വർദ്ധിച്ച് 14,515 രൂപയും പവന് 1,220 രൂപ വർദ്ധിച്ച് 1,16,120 രൂപയുമായി. പാവറട്ടി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റായി BKG ഗ്രൂപ്പിലെ VG സെബാസ്റ്റ്യനെ തിരഞ്ഞെടുത്തു. സെക്രട്ടറിയായി ജാക്സൺ തോമസിനെയും ട്രഷററായി ജിൻ വർഗീസിനെയും തിരഞ്ഞെടുത്തു. മോഷണം നടന്ന കുട്ടനല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലും ഇളന്തുരുത്തി പല്ലന്തേവർ മഹാവിഷ്ണു ക്ഷേത്രത്തിലും ഫിംഗർ പ്രിന്റ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ഒല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ദേശീയപാത കുറുമാലിയിൽ കാറിടിച്ച് വയോധികൻ മരിച്ചു. കുറുമാലി സ്വദേശി കൂത്തോടിയിൽ വീട്ടിൽ 71 വയസ്സുള്ള ജോസഫാണ് മരിച്ചത്. തിരുവില്ലാമല HP പെട്രോൾ പമ്പിന് സമീപം റോഡരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഇയാളെ തിരിച്ചറിഞ്ഞില്ല. കഴിഞ്ഞ 14-നാണ് വയോധികൻ മരിച്ചത്. ഇയാളെ അറിയുന്നവർ പഴയന്നൂർ പോലീസ് സ്റ്റേഷനിലോ തൃശൂർ മെഡിക്കൽ കോളേജുമായോ ബന്ധപ്പെടേണ്ടതാണ്.
തിരുവില്ലാമലയിൽ വഴിയരികിൽ നിന്ന് കിട്ടിയ പേഴ്സും രേഖകളും ഉടമസ്ഥനെ കണ്ടെത്തി തിരികെ നൽകി മാതൃകയായി. മല്ലേശമംഗലം സ്വദേശി OP ഐസക്കിന്റെ പേഴ്സാണ് കൂലിപ്പണിക്കാരനായ മല്ലേശമംഗലം കോട്ടാട്ടുകുന്ന് ഗോപാലൻ തിരിച്ചു നൽകിയത്. സംസ്ഥാനത്ത് മിൽമ പാലിന് വില കൂട്ടി. ലിറ്ററിന് 4 രൂപയാണ് കൂട്ടിയത്. മിൽമ ഡയറക്ടർ ബോർഡിലാണ് തീരുമാനം. ജൂൺ 1 മുതൽ വിലവർധന പ്രാബല്യത്തിൽ വരും. എരുമപ്പെട്ടി മുട്ടിക്കലിൽ ടോറസ് ടിപ്പർ ലോറിയും സ്കൂട്ടറും ഇടിച്ച സ്കൂട്ടർ യാത്രക്കാരന് പരിക്കേറ്റു. എരുമപ്പെട്ടി കോട്ടപ്പുറം സ്വദേശി രാജനാണ് പരിക്കേറ്റത്. സൈക്കിളിൽ ട്യൂഷന് പോകുന്നതിനിടെ വിദ്യാർത്ഥി കുഴഞ്ഞു വീണ് മരിച്ചു. കോടാലി മുരുക്കുങ്ങൽ പൂത്തനോളി ഒലവക്കോടൻ മുസമിൽ മുഹമ്മദിന്റെ മകൻ 14 വയസ്സുള്ള മുസാഫിറാണ് മരിച്ചത്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി തൃശൂർ ടൗൺ യൂണിറ്റിന്റെ വാർഷിക യോഗം നടന്നു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അറബി ഭാഷാ പ്രചരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ പൈതൃക സംരക്ഷണ പ്രാദേശിക സഞ്ചാരം നടത്തി. കൂനമുച്ചി സെന്റ് തോമസ് UP സ്കൂളിലെ അറബി ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് പ്രാദേശിക സഞ്ചാരം സംഘടിപ്പിച്ചത്. പൂവത്തൂർ ശ്രീദുർഗ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും പഠനോപകരണ വിതരണവും നടന്നു. പെരിങ്ങാട് അയ്യപ്പങ്കാവ് ക്ഷേത്രത്തിൽ നടന്ന യോഗത്തിൽ സമിതി പ്രസിഡന്റ് VV സൂര്യൻ അധ്യക്ഷത വഹിച്ചു. ഗോവയിലെ മഡ്ഗാവിൽ വേൾഡ് മാസ്റ്റേഴ്സ് ഗെയിംസ് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ലോക പഞ്ചഗുസ്തി മത്സരത്തിൽ ഇന്ത്യയ്ക്കായി പാവർട്ടി സ്വദേശി രഹ്ന റഷീദ് ഇരട്ട സ്വർണം നേടി. ഇടത് വലത് കൈ വിഭാഗങ്ങളിലായാണ് രഹ്ന റഷീദ് സ്വപ്ന നേട്ടം കൈവരിച്ചത്. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.